ഗൈസ്, എൻ്റെ ബർത്ത്ഡേ വ്ളോഗാണിത്. അങ്ങനെ ബർത്ത്ഡേ വ്ളോഗ് ചെയ്യാനുള്ളൊരു മൈൻഡ് സെറ്റിലോ ഒരു ഹാപ്പിനെസ്സിലോ ഒന്നും അല്ല ഞാൻ. പക്ഷെ എനിക്ക് ഈ ഡേ എന്ന് ഓർത്തിരിക്കണം എന്നുള്ളൊരു കാര്യമുള്ളത് കൊണ്ട് ഞാനിത് വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. എന്നും നിൽക്കുന്ന കോലത്തിൽ നിന്ന് മാറി ഒരു വൃത്തിയുള്ള കോലത്തിലേക്ക് ഞാൻ വന്നിട്ടുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, ബർത്ത്ഡേ അല്ലേ, ഒന്ന് സൂപ്പറായിട്ടിരിക്കാം എന്നുള്ളൊരു, നമ്മൾ തന്നെ ഡ്രസ്സ് ചെയ്യുമ്പോഴോ നമ്മളെ തന്നെ കാണുമ്പോഴോ ഒരു ഇച്ചിരി ആ സാധനം, എന്തോ ഒരു സാധനം വരട്ടെ എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെയെങ്കിലും ഇരിക്കുന്നത്. ഇത് എനിക്കൊരു റെഫറൻസ് പോയിന്റ് ആണ്. എൻ്റെ ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ളൊരു മൂമെന്റ് ഇതിലുണ്ട്, എൻ്റെ ഒരു ഹാപ്പിനെസ് ഇതിലുണ്ട്. എന്തെങ്കിലും എനിക്ക് എടുത്തു നോക്കുമ്പോഴത്തേക്കും ഒരു ഇതാണല്ലോ എൻ്റെ ടേണിംഗ് പോയിന്റ്, അല്ലെങ്കിൽ ഇതാണല്ലോ എൻ്റെ ലൈഫിൽ ഞാൻ എടുത്ത ഏറ്റവും വലിയൊരു ഗുഡ് ഡിസിഷൻ. പ്രത്യേകിച്ചൊരു ഫീലിങ്ങോ കാര്യങ്ങളോ ഒന്നിനോട് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് മെന്റലി ആകട്ടെ, ഫിസിക്കലി ആകട്ടെ, സൈക്കോളജിക്കലി ആകട്ടെ, ഏതൊക്കെ രീതിയുണ്ടോ ആ രീതിയിലെല്ലാം ഞാൻ ഡൗൺ ആണ്. എൻ്റെ ലൈഫിലെ ഏറ്റവും ലോവസ്റ്റ് പോയിന്റിൽ കൂടെയാണ് ഞാനിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സെറ്റാകാതെ എവിടെ പോവാൻ, പക്ഷെ എങ്കിലും ഇത് നമ്മൾ കടക്കണമല്ലോ. ഈ പോയിന്റ് ഒന്ന് ബ്രേക്ക് ചെയ്തിട്ട് വേറൊരു രീതിയിലേക്ക് പോകണം. അത് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക ഞാൻ എൻ്റെ ലൈഫിൽ. ഇന്ന് ഞാൻ ലീവ് എടുത്തിരിക്കുക ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ എനിക്കത് ആഘോഷിക്കാൻ പോലും പറ്റുന്നില്ല, കാരണം എൻ്റെ മൈൻഡ് വേറെ പല കാര്യങ്ങളിലേക്കും പോയേക്കുക. ഞാൻ ഇപ്പം വർക്ക് ഫ്രം ഹോം ആയിരുന്നു. ഇന്ന് എൻ്റെ വർക്ക് ഫ്രം ഹോം കഴിയുക. നാളെ തൊട്ട് എനിക്ക് വർക്ക് ഫ്രം ഓഫീസായിരിക്കും. എൻ്റെ ഹെൽത്തൊക്കെ വളരെ മോശമാണ്. ഞാനത് അവരോട് പറഞ്ഞപ്പോഴും അവർക്ക് അത് അവരുടെ ആവശ്യങ്ങളല്ല അതൊന്നും. നമുക്ക് പറയാനേ പറ്റത്തുള്ളൂ. അത് ഏത് രീതിയിൽ എടുക്കണം എന്നുള്ളത് അവരുടെ ഒരു ഡിസിഷനാണ്. ഇപ്പം എനിക്ക് അങ്ങനെ എൻ്റെ ഹെൽത്ത് നോക്കണം എന്നൊരു കണ്ടീഷനിലേക്ക് ഞാൻ വന്നിരിക്കുകയാണ്. എനിക്ക് ഹെയർ ലോസിൻ്റെ ഇഷ്യൂ ഉണ്ട്. എനിക്കങ്ങനെ ഫുഡ് കഴിക്കാനോ ഫുഡ് ഇൻടേക്ക് ചെയ്യാനോ ഉള്ളൊരു കപ്പാസിറ്റി എനിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതായത് എനിക്ക് വിശപ്പില്ലായ്മയുണ്ട്, പിന്നെ BP ലോ ആവും ഇടയ്ക്ക്. എനിക്ക് ബോഡിയിൽ എനിക്ക് തന്നെ നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് വരും, ഷിവർ ചെയ്യും. അങ്ങനെ കുറേ കണ്ടീഷൻസിൽ ഞാനിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുക. അങ്ങനെ സിവിയർ ആയിട്ടൊരു ഡിസീസോ ഒരു സിവിയർ ആയിട്ടുള്ളൊരു പ്രോബ്ലമോ സിവിയർ ആയിട്ടുള്ളൊരു ഇതും അല്ല. എനിക്ക് അങ്ങോട്ട് ക്രാക്ക് ചെയ്ത് എൻ്റെ ലൈഫ് ഇങ്ങോട്ട് സെറ്റാക്കി കൊണ്ടുപോകാൻ പറ്റണില്ല. എൻ്റെ ഹെൽത്ത് എനിക്കേ അറിയും. അതുകൊണ്ട് എനിക്കൊരു ഡിസിഷൻ എടുത്തേ പറ്റത്തുള്ളൂ എൻ്റെ ലൈഫിൽ. അത് എൻ്റെ ഹാപ്പി ഡിസിഷൻ ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ വ്ലോഗ് ചെയ്യുന്നത്. നമ്മുടെ ലൈഫിലെല്ലാം വരുമ്പോഴേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ എത്രത്തോളം അയാൾ ആ ഡിഫിക്കൽറ്റിയിലൂടെ കടന്നു പോകുന്നു, അല്ലെങ്കിൽ എത്രത്തോളം അയാൾ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എംപത്തറ്റിക് ആവുക എന്നുള്ളതാണ്. എംപത്തി ഇല്ലെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്തിട്ടോ, ലൈഫിൽ എന്തൊക്കെ അച്ചീവ് ചെയ്തിട്ടോ, എത്രയൊക്കെ കാശ് ഉണ്ടാക്കിയിട്ടോ, എന്തൊക്കെ കാര്യങ്ങളുണ്ടായിട്ടോ ഒരു കാര്യമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഫോഴ്സ്ഫുള്ളി ഞാൻ പോവുകയാണ്. എൻ്റെ കണ്ടീഷൻസ് ഞാൻ പറഞ്ഞപ്പോഴും അവർക്ക് എഗ്രി ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എനിക്ക് എൻ്റെ ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ളൊരു മൂവ്മെന്റിലേക്ക് എൻ്റെ ലൈഫിനെ എനിക്ക് കൊണ്ടുപോകേണ്ടി വരുന്നു. എൻ്റെ ഡിസിഷൻസ് എനിക്ക് പെട്ടെന്ന് ടേക്ക് ചെയ്യേണ്ടി വരുന്നു. എങ്ങനെ പോയാലും ഞാൻ ആ ഡിസിഷൻ എടുക്കുമെന്നും വിചാരിച്ചതായിരുന്നു, പക്ഷെ അത് പെട്ടെന്നാക്കി തന്നു എന്നുള്ളതാണ് എൻ്റെ ആകെയുള്ളൊരു സന്തോഷം. താങ്ക് യു ഫോർ ദാറ്റ്, ദ പീപ്പിൾ ഹു ബിഹൈൻഡ് ദിസ്. അവരോട് എല്ലാവരോടും എനിക്ക് നന്ദി മാത്രമേ ഉള്ളൂ. ബർത്ത്ഡേ അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ആളൊന്നും അല്ല ഞങ്ങൾ. അപ്പച്ചൻ ഉണ്ടായിരുന്ന സമയത്ത് ഒരു കേക്ക് കട്ടിങ് കാണും. എവിടെ നിന്നാണെങ്കിലും അപ്പച്ചനൊരു കേക്ക് മേടിക്കും, പിന്നെ ഒരു ഡ്രസ്സ് എടുക്കും. കാരണം പള്ളിയിൽ നമുക്ക് സ്തോത്ര പ്രാർത്ഥന എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അപ്പം അങ്ങനെ അതിനിടാൻ വേണ്ടിയിട്ട് ഒരു ഡ്രസ്സ് എടുക്കും, പിന്നെ ഒരു പായസം. ഇതിൽ കൂടുതൽ നമ്മളങ്ങനെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്ന് പറഞ്ഞിട്ടൊന്നും വീട്ടിലങ്ങനെ ചെയ്യാറില്ല. ഈ വട്ടവും ഒരു ബിരിയാണിയും പായസവും ഒക്കെ വെച്ച് ചെറുതായ രീതിയിൽ വീട്ടിൽ തന്നെ ആഘോഷിക്കണമെന്ന് വെച്ചിരുന്നതാണ്. അപ്പോഴാണ് ഈ സാഹചര്യങ്ങളെല്ലാം വന്നിരിക്കുന്നത്. സാരമില്ല, അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യണമെന്ന് നിർബന്ധമുള്ള ഒരാളോ അങ്ങനത്തെ ഒന്നുമല്ല. ആ ഒരു മൈൻഡ് സെറ്റിലും അല്ല ഞാൻ. എല്ലാം ശരിയാകുമായിരിക്കാം, എല്ലാം ശരിയാകട്ടെ എന്നുള്ളൊരു കാഴ്ചപ്പാടിലാണ് ഇപ്പം നിൽക്കുന്നത്. എന്ത് പറയാനാ, ഇവിടെ എല്ലാവരും ഓരോരോ ജോലിയിലാണ്. ഞാനെല്ലാം അടുക്കി വെച്ചു, ഇനിയും സിസ്റ്റോടെ പാക്ക് ചെയ്യണം. അത്രയൊക്കെ ഉള്ളൂ. സിസ്റ്റർ ഉൾപ്പെടെ എല്ലാം പാക്ക് ചെയ്തു. കുളിച്ചു ഫ്രഷായ ഡ്രസ്സൊക്കെ മാറി ഇനി പോകാൻ വേണ്ടി റെഡി ആയിട്ട് വരാം. ഫൈനൽ ലുക്ക്. തല നനച്ചുകൊണ്ട് നമുക്ക് അധികം പണിയൊന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. പിന്നെ ലിപ്സ്റ്റിക്ക് കൂടെ ഇട്ടു. ഇപ്പോൾ സമയം 2:30 ആവാറായി. അപ്പം ഇനിയും ബാബുചേട്ടൻ വരണം. ബാബുചേട്ടൻ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ നിന്ന് അപ്പം തന്നെ ഇറങ്ങും.
ഒരു 4:30 ഒക്കെ ആകുമ്പോഴത്തേക്കും കഴക്കൂട്ടം എത്തുമെന്നാണ് വിചാരിക്കുന്നത്. കഴക്കൂട്ടം എത്തിയിട്ട് സിസ്റ്റം എനിക്ക് കൊടുക്കണം. സിസ്റ്റം കൊടുത്തിട്ടായിരിക്കും ഫ്ലാറ്റിലോട്ട് പോകുന്നത്. ഹാപ്പി അല്ലേടാ പോകുന്നതിന്? അങ്ങനെ റൂമിലെത്തി ഫ്രഷായി ഞാനൊന്ന്. എന്നിട്ട് ഞാൻ ഹെയർ കട്ട് ചെയ്യാമെന്ന് വിചാരിക്കുക. കാരണം ഇവിടെ ഒന്നാമത് ക്ലോറിൻ വാട്ടർ ആയിരിക്കും, എനിക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ നല്ല പാടായിരിക്കും. വീട്ടിലാണെങ്കിൽ നമുക്ക് നല്ല കിണറ്റിലെ വെള്ളമാണ്, അപ്പം അതാകുമ്പം ഹെയറിന് അത്ര ഡാമേജ് ഉണ്ടാക്കത്തില്ല. പക്ഷേ ഇവിടുത്തെ വെള്ളം കുറച്ചധികം ഡാമേജ് ഉണ്ടാക്കും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഹെയർ കട്ട് ഒന്ന് ചെയ്തിട്ട് വരാമെന്ന്. ഗൈസ്, ഫൈനലി ഇറ്റ് ഈസ് ഹാപ്പനിങ്. എൻ്റെ ബർത്ത്ഡേ ഡേയിലെ ഏറ്റവും വലിയ ഗിഫ്റ്റ് ഇതായിരിക്കും. ഈ ഡിസിഷൻ എടുക്കാൻ എനിക്ക് അത്ര പാടൊന്നും ഇല്ലായിരുന്നു, കാരണം ഓൾറെഡി ഞാൻ ഡിസൈഡ് ചെയ്ത് വെച്ചത് കൊണ്ടും തന്നെ അത് എളുപ്പത്തിലാക്കി, അത് മുന്നോട്ടാക്കി തന്നു. നേരത്തെ പറഞ്ഞതുപോലെ മുന്നോട്ടായെന്നേ ഉള്ളൂ. ഞാൻ അപ്പം റിസൈൻ ചെയ്യാൻ പോവാണ്. എൻ്റെ ഹെൽത്ത് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ടാണ് ഞാൻ ഈ റിസൈൻ ചെയ്യുന്നത്. അതേപോലെ തന്നെ സ്ട്രെസ് ഫ്രീ ആയിട്ട് ഇരിക്കാനും അങ്ങനെ കുറേ കാര്യങ്ങൾ കൂടെ വേണ്ടിയിട്ടാണ്. എന്തായിരിക്കും എന്നുള്ളത് എനിക്കും വലിയ ഐഡിയ ഉള്ള കാര്യമൊന്നുമല്ല. പക്ഷെ ഫൈനലി ഐ ആം ടേക്കിംഗ് ദാറ്റ് ഡിസിഷൻ ടു മേക്ക് മൈസെൽഫ് ഹാപ്പി. പീസ് ഈസ് മോർ ഇമ്പോർട്ടൻ്റ് ദാൻ എനി ചാവോസ് അല്ലേ. അപ്പം എൻ്റെ ഇപ്പോഴത്തെ പ്രയോറിറ്റി എന്ന് പറയുന്നത് പീസാണ്. എനിക്കങ്ങനെ സ്ട്രെസ്സിൽ വർക്ക് ചെയ്യാൻ താല്പര്യമില്ല, എനിക്കങ്ങനെ ഫോഴ്സ്ഫുള്ളി വർക്ക് ചെയ്യാൻ താല്പര്യമില്ല. 8 വർഷമായിട്ട് ഞാനിവിടെ ജോലി ചെയ്യുന്നു. എൻ്റെ ഫസ്റ്റ് കമ്പനിയാണിത്. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ അല്ലായിരിക്കും നമ്മുടെ ലൈഫിൽ പല കാര്യങ്ങളും നടക്കുന്നത്. അത് ഇറ്റ്സ് ഓക്കെ, അങ്ങനെ ആയിരിക്കണമല്ലോ. അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടിക്കഴിഞ്ഞാലും നമ്മൾ ഭയങ്കര സൂപ്പറും സന്തോഷവും ഒന്നും ആയിരിക്കത്തുമില്ല. ഒരു അന്തവും കുന്തവും ഇല്ലാതെ ഇപ്പം പോകുന്നതും എനിക്ക് ഓക്കെയാണ്. എൻ്റെ വീട്ടുകാർ എനിക്ക് സപ്പോർട്ടായിട്ടുണ്ട്, എൻ്റെ ഫ്രണ്ട്സ് എനിക്ക് സപ്പോർട്ടായിട്ടുണ്ട്, പിന്നെ എല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ. ഇതിപ്പം ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും. ആരെങ്കിലും എന്നെ പോലെ ഒരു സ്ട്രഗിൾ ഫേസ് ചെയ്ത് നിൽക്കുവാണെങ്കിലും ഒക്കെ അവർക്കൊരു ഹെൽപ്ഫുൾ ആയിരിക്കും ഈ വീഡിയോ എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഞാൻ പേപ്പർ ഇടാൻ പോവാണ്. അങ്ങനെ അതും സംഭവിച്ചിരിക്കുകയാണ്. ഹാപ്പി ബർത്ത്ഡേ ടു മീ. ഈ വ്ളോഗ് ഞാൻ ഇവിടെ നിർത്തുക. ഇനിയും ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു സീരീസോ കാര്യങ്ങളോ കണ്ടിട്ട് ഞാൻ ഉറങ്ങും. നാളെ എനിക്ക് ഓഫീസിൽ പോകണം. അപ്പം ശുഭരാത്രി, ശുഭനിദ്ര. ലവ് യു ഗൈസ്, ബൈ.